ഹലോ ഫ്രണ്ട്സ്, ഞാൻ ഷീബ ടെസി. എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വളരെ സോഫ്റ്റ് ആയിട്ടുള്ളതും ധാരാളം ഹോൾസ് ഉള്ളതുമായിട്ടുള്ള ഇതുപോലുള്ള ഓട്ടട ചട്ടിയിൽ എങ്ങനെ തയ്യാറാക്കാം എന്നാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിലൂടെ കാണിച്ചു തരുന്നത്. നോർമൽ പച്ചരി ഉപയോഗിച്ചിട്ടാണ് ഞാനിവിടെ ഈ ഓട്ടട തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് പോയാലോ? റെസിപ്പി ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുതേ. കൂടാതെ സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ടും കൂടെ ചെയ്തേക്കണം കേട്ടോ. 1 കപ്പ് പച്ചരി ഞാൻ ഏകദേശം 8 മണിക്കൂർ നേരം കുതിർത്തെടുത്ത് വെച്ചിട്ടുണ്ട്. ആ കഴുകി കൊണ്ടുവന്ന പച്ചരിയിലേക്ക് 1/2 കപ്പ് ചോറ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ 1/2 കപ്പ് ചിരകിയ തേങ്ങയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത ശേഷം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അരയ്ക്കുന്നതിന് മുമ്പായിട്ട് ആ പച്ചരിയിലേക്ക് നമ്മൾ ഇട്ട് കൊടുത്തിട്ടുള്ള ചോറും തേങ്ങയും ഉപ്പും കൂടെ എല്ലാ ഭാഗത്തേക്കും മിക്സ് ആകാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതുപോലെ ഒരു സ്പൂൺ വെച്ച് ഇളക്കി കൊടുക്കണം. ഇനി നമുക്ക് ഇത് നന്നായിട്ട് ഫൈൻ പേസ്റ്റായിട്ട് നമുക്ക് അരച്ചെടുക്കണം. മിക്സിയുടെ വലിയ ജാറിലേക്കാണ് ഞാനിപ്പോൾ അരിയും എല്ലാം ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇത് അരച്ചെടുക്കുമ്പോൾ നമ്മൾ ഇതിൻ്റെ മാവ് ദോശമാവിനേക്കാൾ ലൂസായിരിക്കണം. അതേസമയം വളരെ ലൂസായി പോകാനും പാടില്ല. ആ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം നമ്മൾ ഈ ഓട്ടടയുടെ മാവ് തയ്യാറാക്കിയെടുക്കാൻ. ആവശ്യത്തിന് വെള്ളം ഒഴിച്ച ശേഷം 2 ടീസ്പൂൺ വെളിച്ചെണ്ണ കൂടെ മാവിനൊരു സോഫ്റ്റ്നെസ് കിട്ടുവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വെളിച്ചെണ്ണ കൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഇപ്പോൾ ഞാൻ മാവ് അരച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ആ മിക്സിയുടെ ജാറ് കഴുകിയ ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളം കൂടെ ഞാൻ അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം നമ്മൾ ഓട്ടടയുടെ മാവ് തയ്യാറാക്കിയെടുക്കാൻ. അടുത്തതായിട്ട് ഓട്ടട ചട്ടി ഫ്ലെയിമിൽ വെച്ച ശേഷം ഫ്ലെയിം ഹൈ ആക്കി വെക്കണം. നല്ലൊരു കോട്ടൺ തുണി കൊണ്ടുവന്ന് 4 മടക്കിയ ശേഷം ചട്ടിയുടെ നടുഭാഗത്ത് നന്നായിട്ട് ഒരു 2-3 സെക്കൻഡ് നേരം ഇതുപോലെ റബ്ബ് ചെയ്ത് കൊടുക്കണം. ആ ചട്ടിയുടെ അടിവശം ഒന്ന് സോഫ്റ്റ് ആക്കിയ ശേഷം ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ആദ്യത്തെ മാവ് നമ്മൾ കോരി ഒഴിച്ച് കൊടുക്കാൻ. മാവ് കോരി ഒഴിക്കുമ്പോൾ ചട്ടിക്ക് നല്ല ചൂടുണ്ടായിരിക്കണം. അതാരും മറന്നു പോകരുത്. ആ നല്ല ആദ്യത്തെ ചൂടിൽ തന്നെ അതിലേക്ക് ധാരാളം ഹോൾസ് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. പിന്നെ റെസിപ്പി ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പുതിയ ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യാനും ആരും മറന്നു പോകരുത് കേട്ടോ. അപ്പോൾ ഇവിടെ ആദ്യത്തെ ഓട്ടടയ്ക്ക് തന്നെ നല്ല പോലെ ഇവിടെ ഹോൾസ് വരുന്നുണ്ട്. ആ നല്ല ഫ്ലെയിമിൽ ഇരിക്കുന്നതുകൊണ്ടാണ് ഇപ്പോൾ ധാരാളമായിട്ട് ഹോൾസ് വരുന്നത്. ഇനി ഏകദേശം ഒരു 80% ഹോൾസ് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഇനി ഓട്ടട ചട്ടി നമുക്ക് ഒരു മൂടി വെച്ച് മൂടണം. അതേസമയം ഫ്ലെയിം ഏറ്റവും ലോയിലാക്കി വെക്കുകയും ചെയ്യണം. 80% ഓട്ട വന്നു കഴിഞ്ഞ ശേഷം ഇതുപോലെ മൂടി വെക്കണം. അത് കഴിഞ്ഞ് ഫ്ലെയിം താഴ്ത്തി വെക്കണം. ഇപ്പോൾ നമുക്ക് ഓട്ടട എല്ലാ ഭാഗവും ഒരുപോലെ വെന്ത് വളരെ സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതുപോലെ സ്പാറ്റുലയിൽ എടുത്ത് മാറ്റാം. വളരെ സോഫ്റ്റ് ആയിട്ടുള്ള എല്ലാ ഭാഗത്തും ഓട്ടകളുള്ള നല്ലൊരു ഓട്ടട ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഇനി അടുത്ത ഓട്ടട മാവ് ഒഴിക്കുന്നതിന് മുമ്പായിട്ട് വീണ്ടും നമ്മൾ കോട്ടൺ തുണി ഉപയോഗിച്ച് ആ ചട്ടിയുടെ ഉള്ളിൽ നന്നായിട്ടൊന്ന് റബ്ബ് ചെയ്ത് കൊടുക്കണം. അതിന് ശേഷം മാത്രം അടുത്ത ഓട്ടട ഒഴിക്കുക. ആ സമയത്ത് ഓട്ടട ഒഴിക്കുമ്പോൾ ഫ്ലെയിം ഏറ്റവും ഹൈയിലാക്കി വെക്കാൻ മറന്നു പോകരുത്. അതുപോലെ തന്നെ ഹോൾസ് വീണ് കഴിഞ്ഞാൽ മൂടി വയ്ക്കാനും ഫ്ലെയിം ലോ ആക്കാനും മറന്നു പോകരുത്. അപ്പോൾ നമുക്ക് ഈ ഓട്ടട ചട്ടിയിൽ തന്നെ ഗ്യാസിൽ ഇതുപോലെയുള്ള ഓട്ടട തയ്യാറാക്കിയെടുക്കാൻ സാധിക്കും. എല്ലാവരും എൻ്റെ റെസിപ്പി ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ആദ്യത്തെ തവണ ഓട്ടട ചട്ടിയിൽ നിന്ന് ഇളകി കിട്ടാൻ കുറച്ച് സമയമെടുക്കും. എന്നാലും 3-4 ഓട്ടട തയ്യാറാക്കുമ്പോഴേക്കും നമുക്ക് അത് വളരെ സ്മൂത്തായിട്ട് ഓട്ടടകളെല്ലാം അതിൽ നിന്ന് ഇളകി വരുന്നതായിട്ട് കാണാൻ സാധിക്കും. ആ ഫ്ലെയിമിൻ്റെ കാര്യം കൺസിസ്റ്റൻസി ഒന്ന് ശ്രദ്ധിച്ചേക്കണം കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ്.